പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഏഷ്യ കപ്പ് കിരീടം ചൂടുമ്പോൾ മലയാളികൾ പ്രത്യേകിച്ച് കൈയടിക്കുകയും അഭിമാനിക്കുകയും ചെയ്യേണ്ട ഒരു താരമുണ്ട്. അത് മറ്റാരുമല്ല, മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ തന്നെയാണ്. ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മധ്യനിര ബാറ്ററായി ഇറങ്ങി ശ്രദ്ധേയമായ പ്രകടനമാണ് മലയാളി താരം നടത്തിയത്. ടൂർണമെന്റിലെ 7 മത്സരങ്ങളിലും അദ്ദേഹം പ്ലേയിങ് 11ന്റെ ഭാഗമായിരുന്നെങ്കിലും ബാറ്റ് ചെയ്യാൻ സാധിച്ചത് 4 ഇന്നിംഗ്സുകളിൽ മാത്രം. ഇവയിൽ ഒരു 50+ കുറിച്ച സഞ്ജു പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു. മാത്രമല്ല മറ്റൊരു മത്സരത്തിൽ ഇന്ത്യൻ ടീം അവരുടെ ഇമ്പാക്റ്റ് പ്ലെയറായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. മുൻനിരയിൽ നിന്ന് മധ്യനിരയിലേക്ക് മാറേണ്ടി വന്നെങ്കിലും പുതിയ റോളുമായി അദ്ദേഹം പൊരുത്തപ്പെടാൻ തുടങ്ങിയെന്ന് ഈ ടൂർണമെന്റ് കാണിച്ചു തന്നിരിക്കുകയാണ്. സഞ്ജുവിന്റെ പ്രകടനത്തെക്കുറിച്ച് മുൻ താരങ്ങളും സഹതാരങ്ങളുമെല്ലാം പ്രശംസകൾ നേരുന്നുമുണ്ട്. പാകിസ്ഥാനുമായുള്ള ഫൈനലിൽ സമ്മർദ്ദഘട്ടത്തിൽ ക്രീസിലെത്തിയതിനു ശേഷം ഗംഭീര ഇന്നിംഗ്സാണ് സഞ്ജു സാംസൺ കളിച്ചതെന്ന് ക്രിക്ക് ബസിന്റെ ഷോയിൽ മുരളി കാർത്തിക് ചൂണ്ടിക്കാട്ടി. ഇത് വെറുമൊരു ഫൈനൽ മാത്രമായിരുന്നില്ല, സഞ്ജു സാംസണിന്റെ കഴിവ് പരീക്ഷിക്കപ്പെട്ട സന്ദർഭം കൂടിയായിരുന്നു. അദ്ദേഹത്തിന് മധ്യനിര ബാറ്ററുടെ റോളിലേക്ക് ഫിറ്റാവാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത്. മുൻനിരയിൽ കളിക്കാനായിരുന്നു സഞ്ജുവിന് ഇഷ്ടം, പക്ഷേ അത് അദ്ദേഹത്തിന് നൽകിയില്ല. പകരം ശുഭ്മാൻ ഗില്ലിനെ ഈ റോളിൽ കൊണ്ടുവരികയും ചെയ്തു. പാകിസ്ഥാനെതിരെ ബാറ്റിങ്ങിനെത്തിയപ്പോൾ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മികച്ചൊരു പിന്തുണ തിലക് വർമ്മയ്ക്ക് നൽകേണ്ടത് ആവശ്യമായിരുന്നു. സഞ്ജു തന്റെ റോൾ ഭംഗിയാക്കുകയും മികച്ച പിന്തുണ നൽകുകയും ചെയ്തു. റൺ ചേസിലെ വളരെ നിർണായക ഘട്ടത്തിലാണ് ഈ കൂട്ടുകെട്ട് വന്നതെന്നും ക്രിക്ക് ബസിന്റെ ഷോയിൽ മുരളി കാർത്തിക് പറഞ്ഞു. വളരെ പെട്ടെന്നാണ് സമ്മർദ്ദമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് സഞ്ജുവിന് മാറേണ്ടി വന്നത്. സഞ്ജു മധ്യനിരയിലും റൺസ് എടുക്കുകയും ചെയ്തു. 100-ന് മുകളിൽ റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ലിനേക്കാൾ കുറച്ച് റൺസും അധികം സ്കോർ ചെയ്തു. ഗിൽ 7 ഇന്നിംഗ്സുകളിൽ ബാറ്റ് ചെയ്തിരുന്നു. പക്ഷേ സഞ്ജു വെറും 4 ഇന്നിംഗ്സുകളിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂവെന്നും കാർത്തിക് വിലയിരുത്തി. വൈസ് ക്യാപ്റ്റനായ ഗില്ലിന് 7 ഇന്നിംഗ്സുകളിൽ നിന്ന് 151 സ്ട്രൈക്ക് റേറ്റിൽ നേടാനായത് 127 റൺസ് മാത്രമാണ്. സഞ്ജുവാകട്ടെ 4 ഇന്നിംഗ്സുകളിൽ നിന്ന് 132 റൺസ് നേടി. ഒരു 50യും അടക്കമാണിത്. ദിനേശ് കാർത്തിക്കും സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനത്തെ പ്രശംസിച്ചു. സഞ്ജു നേരത്തെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ റോളിൽ അദ്ദേഹം വിജയിച്ചതുമാണ്. പക്ഷേ ഇവിടെ 5-ാം നമ്പറിലും 8-ാം നമ്പറിൽ പോലും സഞ്ജു മാറ്റപ്പെട്ടു. ഫൈനലിൽ ഏറെ സമ്മർദ്ദഘട്ടത്തിൽ തനിക്ക് എന്ത് ചെയ്യാനാവുമെന്ന് സഞ്ജു കാണിച്ചു തന്നു. അദ്ദേഹത്തിന് നമ്മളെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, പക്ഷേ ടീമിന് ജയിക്കാവുന്ന ഒരു ഘട്ടം വരെ എത്തിച്ചത് സഞ്ജുവാണെന്നും DK പറഞ്ഞു. പാകിസ്ഥാനെതിരെയുള്ള കലാശപ്പോരിലെ റൺ ചേസിംഗിൽ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും സൂര്യകുമാർ യാദവും നേരത്തെ കൂടാരം കയറിയപ്പോൾ തിലക് വർമ്മയും സഞ്ജു സാംസണുമാണ് കൂട്ടുകെട്ടുണ്ടാക്കി ഇന്ത്യക്ക് വിജയമായി തുറന്നത്. ഇക്കാര്യം മത്സരശേഷം ശുഭ്മാൻ ഗില്ല് തന്നെ പറയുകയും ചെയ്തു. സഞ്ജുവിന്റെ കീപ്പിംഗ് പ്രകടനവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഫൈനലിൽ 2 കിടിലൻ ക്യാച്ചുകളാണ് താരം നേടിയത്. അങ്ങനെ ഏഷ്യ കപ്പ് കിരീടം കൂടി ചൂടിയ ഇന്ത്യക്ക് ഇനി സഞ്ജു സാംസണിനെ തഴയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അടുത്ത വേൾഡ് കപ്പിലെ സഞ്ജുവിൻ്റെ മിന്നും പ്രകടനങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം.